നമസ്തേ. കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ 1000 നാഗങ്ങളുടെ അമ്മ. ആരാണ് 1000 നാഗങ്ങളുടെ കഥ? പണ്ട് ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ് ദക്ഷ പ്രജാപതി, കശ്യപ പ്രജാപതി, സവർണ മനുക്കൾ, ഇവരൊക്കെ. അതിൽ ഈ കശ്യപ പ്രജാപതി എന്ന് പറയുന്ന ബ്രഹ്മാവിൻ്റെ പുത്രൻ ദക്ഷ പ്രജാപതിക്ക് അദ്ദേഹത്തിന് എൻ്റെ 13 പെൺമക്കളെ, 13 പെൺകുട്ടികളെ, സുന്ദരികളായ കന്യകാമണികളാ. ദക്ഷ പ്രജാപതിക്ക് ഇഷ്ടം പോലെയാണ്. പ്രജാപതി എന്ന് പറഞ്ഞാൽ ആ രാജ്യം ഭരിക്കുന്ന ആൾ, രാജാവെന്നേ അർത്ഥമുള്ളൂ. ഇഷ്ടം പോലെ സമ്പത്ത്. തൻ്റെ മക്കളെയൊക്കെ 60 പുത്രിമാരുള്ള ആളാണ് ദക്ഷ പ്രജാപതി. അതിൽ ചന്ദ്രനാണ് 27 കന്യകമാരെ കല്യാണം കഴിച്ചേക്കണത്. 13 കന്യകമാരെ വിവാഹം ചെയ്തിരിക്കുന്നത് കശ്യപ പ്രജാപതിയാണ്, കശ്യപ മഹർഷി. ഈ കശ്യപ മഹർഷിയുടെ ഭാര്യമാരിൽ ആദ്യത്തെ മകളാണ് അതിഥി, പിന്നത്തെ മകളാണ് ദിതി, പിന്നത്തെ മകളാണ് ധനു. അത് കഴിഞ്ഞിട്ട് മറ്റൊരു മകളാണ് മൂർത്തി, വേറെ ഒരു മകളാണ് കദ്രു, പിന്നൊരു മകളുള്ളതാണ് വിനത. ഇത്രയൊക്കെ സുന്ദരിമാർ ദക്ഷ പ്രജാപതിയുടെ പെൺകുട്ടികൾ, കശ്യപ പ്രജാപതിയുടെ ഭാര്യമാരെ. ഇതിൽ കദ്രു എന്ന് പറയുന്ന ഭാര്യ എല്ലാവരെയൊക്കെ കണ്ടു. എല്ലാവരും കൂടി പ്രത്യേകം കൊട്ടാരത്തിൽ കശ്യപ മഹർഷി ഒരുമിച്ച് താമസിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാ ഭാര്യമാരെയും സ്നേഹമാണ്, എന്ത് ചോദിച്ചാലും കൊടുക്കും. ഒരു ദിവസം കദ്രു എന്ന് പറയുന്ന ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊരാഗ്രഹം ഉണ്ടല്ലോ ആര്യപുത്ര എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ പറയൂ കദ്രു, അത് നമുക്ക് നടപ്പിലാക്കാമല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് പുത്രന്മാർ വേണം. അതിനെന്താ, പുത്രോൽപത്തിയൊക്കെ നടത്താം, അതിനൊക്കെ സമയമുണ്ട്. എനിക്ക് എത്ര പുത്രന്മാരാണ് വേണ്ടതെന്ന് വെച്ചു. എനിക്ക് 1000 പുത്രന്മാർ വേണം. 1000 പുത്രന്മാരോ? അതെന്താ അത് ഇങ്ങനെ പറയണേ? വേണം, എനിക്ക് 1000 പുത്രന്മാർ വേണം. എൻ്റെ പുത്രന്മാരൊക്കെ നല്ല ഉഗ്രവേഷമുള്ള പാമ്പുകളാവണം. കശ്യപ പ്രജാപതി ആരോ ഒന്ന് ഞെട്ടിപ്പോയി. ഇതെന്താ, ഇങ്ങനെയാണോ? സർപ്പങ്ങളെയാണോ വേണ്ടത് മക്കളായിട്ട്? അതെ, എനിക്ക് സർപ്പങ്ങളെയാണ്. എന്നാൽ കദ്രു ആദ്യം മുട്ട ഇടണം, പിന്നെ ആ മുട്ട കുറേ കാലം വിരിയാനായിട്ട് കാത്തു വയ്ക്കണം, അതിന് ചൂടൊക്കെ നൽകിക്കൊണ്ട്. അങ്ങനെ ചൂട് നൽകി വളർച്ച പൂർത്തിയാകുമ്പോൾ മുട്ട പൊട്ടി പുറത്തു വരുന്നത് സർപ്പങ്ങളാകും. അത് മതിയോ? ഓ മതി. എനിക്ക് 1000 പാമ്പുകൾ വേണം പുത്രന്മാരായിട്ട്, അത് ഉറപ്പാണ്. അങ്ങനെ കശ്യപ പ്രജാപതിയും കദ്രുവുമായിട്ടുള്ള അപേക്ഷയിൽ കദ്രു മുട്ടയിട്ടതാ 1 2 100 1000 1000 മുട്ട ഇങ്ങോട്ട് കിട്ടി. 1000 മുട്ട 1000 പാത്രത്തിലാക്കി മാറ്റി വിരിയാനായിട്ട് കാത്തു വെച്ചു. കുറച്ച് നാളൊന്നല്ല, 1 കൊല്ലം കഴിഞ്ഞു. അപ്പം 365 ദിവസമേ ആയിട്ടുള്ളൂ. ആയില്ല. വീണ്ടും പിന്നെ 365 കഴിഞ്ഞു, 400 കഴിഞ്ഞു, 450 കഴിഞ്ഞു, 500 500 ദിവസമായപ്പോൾ അതിലൊരു കുടത്തിൽ മുട്ട ആദ്യത്തെ പുത്രൻ മുട്ട പൊട്ടി പുറത്തേക്ക് ഇങ്ങനെ ഇഴഞ്ഞ് വന്നു. കുടത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ മുട്ടയും പൊട്ടിച്ച് ഇഴഞ്ഞു വന്നു. ആ പുത്രനെ കദ്രു വളരെ സ്നേഹത്തോടെ കയ്യിലെടുത്തു. ആ കുഞ്ഞിനിട്ട പേരാണ് അനന്തൻ, പിന്നെ തക്ഷകൻ, പിന്നെ വാസുകി, പിന്നെ ശംഖുചൂടൻ. ഇങ്ങനെ 1000, ആദ്യത്തെ 500 മുട്ട വച്ചത് 500 എണ്ണം വിരിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എന്താ, പിന്നെ 500 മുട്ടകൾ വീണ്ടും വെച്ചു. അങ്ങനെ 1000 മുട്ടകൾ പൊട്ടി 1000 പുത്രന്മാരുടെ അമ്മയായി കദ്രു. എന്താ ഒരന്തസ്സം! 1000 പുത്രന്മാരുടെ അമ്മ, അതും എല്ലാം പാമ്പുകൾ. ദക്ഷ പ്രജാപതിയുടെ മകള്, കശ്യപ പ്രജാപതിയുടെ ഭാര്യ കദ്രു 1000 പാമ്പുകളുടെ അമ്മയാണ് കേട്ടോ. ഇനിയുണ്ട് കദ്രുവിൻ്റെയും ഒക്കെ കഥ. അടുത്ത ദിവസം ഇതിനെ തുടർന്ന് ഒരു കഥയും കൂടെ പറയാം, ഈ പാമ്പുകളുടെ അമ്മയുടെ കഥ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.